الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على المرسلين وعلى آله وصحبه أجمعين أما بعد. ചരിത്രത്തിന്റെ താളുകളിൽ തങ്ങളിലാൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു ധീര രക്തസാക്ഷിയുടെ കഥയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്നത്. ഞങ്ങളുടെ കഥയുടെ പേര് കസാബിന്റെ മുമ്പിൽ ഇടറാത്ത പുലിക്കുട്ടി. അതെ, കസാബിന്റെ മുമ്പിൽ ഇടറാത്ത പുലിക്കുട്ടി. തുടങ്ങട്ടെ ബിസ്മില്ലാഹ്, സ്തുതി മുഴുവൻ നിനക്കല്ലാഹ്, സലാത്ത് സലാം നബിക്കല്ലാഹ്, മുഹമ്മദ് യാ റസൂലല്ലാഹ്, പരിശുദ്ധ റസൂലിന്റെ തിരുദൂതർ ഹബീബിന്റെ കഥനമതേറും ചരിതങ്ങൾ ഇശലിലായി നിവർത്തിടാം. തുടങ്ങട്ടെ ബിസ്മില്ലാഹ്, സ്തുതി മുഴുവൻ നിനക്കല്ലാഹ്, സലാത്ത് സലാം നബിക്കല്ലാഹ്, മുഹമ്മദ് യാ റസൂലല്ലാഹ്. ഹിജ്റ 9 വർഷത്തിൽ ഒരു പ്രഭാതം, ശാന്തമായ മദീന പട്ടണം. വഴിയോരങ്ങളിൽ കച്ചവടക്കാർ നീലനിരയായി കച്ചവടം നടത്തുന്നു. അങ്ങിങ്ങായി പട്ടണത്തിലെത്തിയ ആവശ്യക്കാരുടെ കുതിരകളെയും ഒട്ടകങ്ങളെയും ബന്ധിച്ചതായി കാണാം. അതാ, അതിനിടയിലൂടെ ആരോ കടന്നു വരുന്നുണ്ടല്ലോ. ഒന്നും രണ്ടുമല്ല, ഒരു കൂട്ടം ആളുകളുണ്ടവർ. കെട്ടും മട്ടും കണ്ടാലറിയാം അത് നജിദുകാരാണെന്ന്. അവനിങ് അടുത്തെത്താറായി. നജിദെന്നുള്ള ബനു ഗോത്രക്കാരാണവർ. പ്രവാചക തിരുമേനിയെ നേരിൽ കണ്ട് ഇസ്ലാമിൽ വിശ്വസിക്കുവാനും ബൈഅത്ത് ചെയ്യുവാനുമാണ് അവർ വന്നത്. തങ്ങളുടെ ഒട്ടകങ്ങളെയും കുതിരകളെയും ഒരു മരച്ചുവട്ടിൽ ബന്ധിച്ചു. കൂട്ടത്തിൽ മുസൈലിമത്ത് ബിനു ഹബീബ് ഹനഫി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അവർ അവിടെ നിർത്തി. അവർ പ്രവാചക സൈന്യത്തിക്കൊണ്ട് പറഞ്ഞു, സലാം സലാം തിരുതാഹ താഹ, അണഞ്ഞിടുന്നിത താജ താജ, സലാം സലാം തിരുതാഹ താഹ, അണഞ്ഞിടുന്നിത താജ താജ, സത്യമതത്തിൻ നിർമ്മല വഴി, സത്യമതത്തിൻ നിർമ്മല വഴി, ഞങ്ങളും ചേരാം സദാ സദാ, ഞങ്ങളും ചേരാം സദാ സദാ, സലാം സലാം തിരുതാഹ താഹ, അണഞ്ഞിടുന്നിത താജ താജ, സലാം സലാം തിരുതാഹ താഹ, അണഞ്ഞിടുന്നിത താജ താജ. നബിയേ, ഞങ്ങളും അങ്ങയുടെ പരിശുദ്ധ ദീനിൽ ഇസ്ലാം കൊണ്ട് വിശ്വസിക്കുന്നു. ഇസ്ലാം ആശ്രയിച്ച ബനൂ ഗോത്രത്തിലെ എല്ലാവർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരിതോഷികം നൽകി. കൂട്ടത്തിൽ ഒട്ടകത്തെ നോക്കാൻ നിന്ന മുസൈലിമയെ നബി മറന്നില്ല. അവർ തിരിച്ച് നദിയിലേക്ക് യാത്രയായി. അധികം നാളുകൾ കഴിഞ്ഞില്ല, ആ വാർത്ത മദീനയിലും എത്തി. അതെ, മുസൈലിമ മുർത്തത്തായിരിക്കുന്നു. അത് മാത്രമോ, താൻ ബനൂ ഹനീഫയിലേക്ക് നിയമിക്കപ്പെട്ട പ്രവാചകനാണെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യുന്നു. നാൾക്കുനാൾ മുസൈലിമയോടൊപ്പമുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഒപ്പം ധിക്കാരവും എത്രത്തോളം. മുസൈലിമ മറ്റൊരാളെ കണ്ടപ്പോൾ, സത്യത്തിൽ മുസൈലിമ കള്ളപ്രവാചകനും മുഹമ്മദ് നബി സത്യപ്രവാചകനുമാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം പ്രവാചകനും സ്വഹാബത്തും മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കത്ത് ഏൽപ്പിച്ചു. കത്ത് വായിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു തൊടുത്തു. എന്തായിരുന്നു ആ കത്തിൽ? അഹദാം റബ്ബിൻ ദൂതൻ മുഹമ്മദിൽ എഴുതുന്നില്ല കത്ത്, അംബിയ ശ്രേഷ്ഠരിൽ ഒരുവൻ മുസൈലിമ നജിദിൻ പൂമുത്ത്. അങ്ങേ മക്കയിലല്ലേ ഈ നജിദ് മുസൈലിമതല്ലേ, അല്ലാഹുവിൻ ഭൂഗോളമിൽ
സെയ്ദിന്റെ പൊന്നാമന പുത്രനല്ലേ, ഉമ്മുമാരുടെ തെങ്കനിയല്ലേ. അതെ, നമ്മുടെ കഥാപുരുഷൻ ഹബീബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിനു ഖാസിം റളിയല്ലാഹു അൻഹുവിന്റെ ധീരവനിത ഉമ്മുമാരുടെ പൊന്നാമന പുത്രൻ. ബദറും ഉഹുദും ഒഴികെ എല്ലാ യുദ്ധത്തിലും ഹബീബ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. കത്തുമായി അതിലേക്ക് പോകാൻ ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ പരിശുദ്ധ പ്രവാചകൻ നിയോഗിച്ചു. തീർ കുരുത്ത വെയിലത്ത് വാണില്ലല്ലോ. ഹബീബ് റളിയല്ലാഹു അൻഹു ആകട്ടെ ഇത്രമാത്രം ധൈര്യപൂർവ്വം അത് ഏറ്റെടുത്തു. അങ്ങനെ അങ്ങ് പുണ്യ മദീന മണൽ പരപ്പിൽ, അങ്ങ് പുണ്യ മദീന മണൽ പരപ്പിൽ ഏകനായി പോകയായി നജ്ദ് മണ്ണിലെത്തിടാൻ, ഏകനായി പോകയായി നജ്ദ് മണ്ണിലെത്തിടാൻ. അങ്ങ് പുണ്യ മദീന മണൽ പരപ്പിൽ, അങ്ങ് പുണ്യ മദീന മണൽ പരപ്പിൽ പുണ്യതായ ദൂതയാത്രയായത് അഴകു സൈന്യം ദുഷ്ടതയ്ക്ക് അറുതി വരുത്താൻ. പുണ്യതായ ദൂതയാത്രയായത് അഴകു സൈന്യം ദുഷ്ടതയ്ക്ക് അറുതി വരുത്താൻ. സത്യദീനിന്റെ സന്ദേശം തിളങ്ങിടുവാൻ, സത്യദീനിന്റെ സന്ദേശം തിളങ്ങിടുവാൻ എത്തിടാൻ കത്തുമായി നജ്ദിലെത്തിച്ചേർന്നിടാൻ, എത്തിടാൻ കത്തുമായി നജ്ദിലെത്തിച്ചേർന്നിടാൻ. അങ്ങ് പുണ്യ മദീന മണൽ പരപ്പിൽ, അങ്ങ് പുണ്യ മദീന മണൽ പരപ്പിൽ. സമയം സന്ധ്യ കടക്കുന്നു. വിജനമായ മരുഭൂമി, കിളികൾ കലകൂചനം മുഴങ്ങി കൂട് അണയാൻ തുടങ്ങുന്നു. അങ്ങിങ്ങായി തലയുയർത്തി നിൽക്കുന്ന ഈത്തപ്പന മരങ്ങൾ ഹബീബ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഒരൽപ്പം തലകുലിച്ചതുപോലെ. അതേ, അധികം അകലെയായി ഒരു പട്ടണം കാണാം. താഴ്വാരങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ആ പട്ടണം നജ്ദ് തന്നെ. ഹബീബ് റളിയല്ലാഹു അൻഹു തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. അടിമുടി പടരാതെ മുസൈലിമയുടെ കൊട്ടാരത്തിൽ ചെന്ന് പരിശുദ്ധ പ്രവാചകന്റെ കത്ത് മുസൈലിമയെ ഏൽപ്പിച്ചു. കത്ത് വായിച്ചതും മുസൈലിമ പൊട്ടിത്തെറിച്ചു. മുസൈലിമയുടെ ധിക്കാരം മുറിഞ്ഞു തുള്ളി. അവന്റെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. അവൻ അലറി വിളിച്ചു, ആളുടെ ഈ ധിക്കാരിയെ കൊണ്ടുപോയി തുറകിലടക്കുക, നാളെ പ്രഭാതത്തിൽ രാജസന്നിധിയിൽ ഹാജരാക്കുക. മുസൈലിമയുടെ കിങ്കന്മാർ ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ കൈകളിലാക്കി. പിറ്റേന്ന് നജ്ദിൻ മണ്ണിൽ ഉയരും പകലിൻ തൂവളി സമയം, നെയ്തൊരു കള്ളച്ചതിയം പെയ്തുവതാകയും വദനം. ഇരുകൈകളും തിരുദേഹവും ഇത ബന്ധിച്ചിടുന്നു, തിരുവചനം പൊഴിയുന്നു. നാദാ നാദാ ആ അപരം ചൊല്ലിടും, നബിയേ കനിയേ ഹബീബും ചൊല്ലിടും. നജ്ദിൻ മണ്ണിൽ ഉയരും പകലിൻ തൂവളി സമയം, നെയ്തൊരു കള്ളച്ചതിയും പെയ്തുവതാകയും വദനം. ഇരുകൈകളും തിരുദേഹവും ഇത ബന്ധിച്ചിടുന്നു, തിരുവചനം പൊഴിയുന്നു. നാദാ നാദാ ആ അപരം ചൊല്ലിടും, നബിയേ കനിയേ ഹബീബും ചൊല്ലിടും. പ്രഭാതം ആകെ മൂടി നിൽക്കുന്നു. അന്തരീക്ഷം എന്തോ
ഹബീബ് റളിയല്ലാഹു അൻഹു ആകട്ടെ ഒരു കൂസലുമില്ലാതെ തന്റെ ഉത്തരവും പറഞ്ഞുകൊണ്ടിരുന്നു. തുണ്ടം തുണ്ടമായ ആ ശരീരം മുറിച്ചു കളഞ്ഞു. അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.